കുറച്ച് റൈറ്റില്, എടാ കുറച്ച് ലെഫ്റ്റിലേക്ക് എറിയേ. നേരെ എറിയടാ, നേരെ. അങ്ങത്തോലി എന്നെ അല്ലടാ, അവനെ എറിയാൻ. എന്റെ അമ്മ ഇപ്പോഴും പറയുമായിരുന്നു, ശത്രുക്കൾ ശക്തരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന്. ഓ യാ. ടിങ് ടിടിങ് ടിങ് 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 ടിങ്. ടിടിങ് ടിടിങ് ടിങ് 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 ടിങ്. ഏയ്, എന്നെ പിടിക്കുന്നത് ബുദ്ധിമുട്ടെന്നല്ല. ഇറ്റ്സ് ഇംപോസിബിൾ ടു അൺപോസിബിൾ. ഐ അണ്ടർസ്റ്റാൻഡ്, യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ സാധ്യതയില്ല. അവനെ അങ്ങനെ വിടരുത്. അവൻ മേഡത്തിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അവനെ വിടരുത്. ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട നീ എവിടം വരെ പോകും? ഒരു റോമിയോയെ പോലെ ഞാൻ എപ്പോഴും ചുറ്റി നടക്കും. അത് ഏതായാലും നിങ്ങളെല്ലാരും കണ്ടുമെടുക്കും. നീ ശബ്ദം മാറ്റി പറഞ്ഞ ഞങ്ങളെന്താ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ? ശബ്ദത്തെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. എല്ലാം ഒരുതരം വെറൈറ്റി ആണല്ലോ. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാം. ദാ നോക്കിയേ, വെറുതെ ഞങ്ങളടുത്ത് തരികിടൊന്നും കാണിക്കേണ്ട നീയേ. കാര്യങ്ങൾ പല വിധത്തിലുണ്ട്. എന്താ ഞാൻ പറയട്ടെ? അത് നിങ്ങൾ കേൾക്കുമെങ്കിൽ മാത്രം. നീ ചെയ്ത കുരുത്തക്കേടുകൾ മൊത്തം ഇവിടെ എല്ലാരും കണ്ടതാ. അധികം ആളാവാൻ നിൽക്കണ്ട നീ. പാവം പച്ചക്കറിക്കാരുടെ പച്ചക്കറിയൊക്കെ നശിപ്പിച്ചു നീ. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തായാലും എന്റെ അനിയൻ പിഗ് മഹേന്ദ്രനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇത്രയും മനോഹരമായി കൊട്ടാരമോ? ഒരു കാര്യം, എല്ലാവരും ഇവിടെ നിന്ന് മാറി ഒളിച്ചു നിൽക്കുക. കൂടാതെ അവരെ പിടിക്കാനും നമുക്ക് ശ്രമിക്കണം. ഹണി, നീ കയർ മര്യാദക്ക് പിടിച്ചോ. ശരി കൊച്ചളിയാ. വലിയ ഇത് എന്തായി കാണുന്നേ? നൈസ് ടു മീറ്റ് യു. വാവ്, എന്തൊരു മണം. ഇമ്പോർട്ടഡാ. എങ്ങനെയുണ്ട് ഇതിന്റെ മണം? പാട്ട് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാവണമെങ്കിൽ വേണം ബേസ്. കൂട്ടുകാരെ, നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ റേസ്. അടികൈ. ഇതെന്തായാലും സൂക്ഷിച്ചകത്തേക്ക് വെച്ചോ. ഞാൻ പറയുമ്പോ ബട്ടൺ അമർത്താൻ മറക്കരുത്. അമർത്ര. പണി കിട്ടി. അടുത്ത ബട്ടൺ അമർത്താം. വീണ്ടും പണി കിട്ടി. മൂന്നാമത്തെ ബട്ടൺ ടേണിംഗ് വരുമ്പോൾ ഓർമ്മയിരിക്കട്ടെ. ടേണിംഗ് വരുമ്പോൾ ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു.
എടാ ഇതെന്ത് തോന്നിവാസായി കാണിക്കുന്നേ? തോന്നിയ അവസരല്ലേ? കണ്ടോ കൊച്ചളിയ, ഞാൻ ദേ രണ്ടും പിടിച്ചു. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില? എന്തായാലും അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിക്കില്ല. അതായത് ഇത് കഴിഞ്ഞ അടുത്ത പ്രാവശ്യം. എടാ ഹണി, ഇവൻ നമ്മുടെ മേഡത്തിനെ ഇൻസൾട്ട് ചെയ്തിരിക്കുക. നമുക്ക് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്തായാലും നന്നായില്ലേ, ആ മത്തങ്ങെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയല്ലോ. ഹണി ദേ മത്തങ്ങ. മത്തങ്ങ മേഡം കൊണ്ടുപോയിന്നാ പറഞ്ഞത്. എടാ പുറകിലും മത്തങ്ങ. ഒന്നും തോന്നിയില്ലേ? ഇത് ദേഹത്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഈർപ്പമുള്ളതുപോലെ തോന്നിയില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് വേഗം പറയേ. നിങ്ങൾക്കറിയണമെങ്കിൽ കേട്ടോളൂ. ഒരു പാവം പിഗുണ്ടായിരുന്നു. അവൻ ഒരാളെ പ്രേമിച്ചു. അവർ കാണാറുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെയും. അവൻ എന്തോ പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ ദിവസവും അവൻ ഇത് തന്നെ പണി. ഹലോ, ഒന്ന് ഷോർട്ടാക്കി പറയാമോ അനിയ? മഴ പെയ്താൽ റോഡ് മുഴുവൻ കുഴിയാണ്. സുഹൃത്തുക്കളെ, ഒരു ഇവന്റ് കൂടി ബാക്കിയാണ്. അടികൈ. അതാണ് 10 കിലോമീറ്ററുള്ള ഹാഫ് മാരത്തൺ റേസ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായ തേജു ആമയും നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ബണിയും തമ്മിലാണ്. ശരി, എന്നാൽ ഉടൻ തന്നെ സ്റ്റാർട്ടിംഗ് ലൈനിൽ പോയി നിൽക്കൂ. ഇന്നെന്തായാലും വലിയ മൂഡിലാണെന്ന് തോന്നല്ലോ. എടാ സ്പീഡ് ബട്ടൺ സ്റ്റോപ്പ് ചെയ്യടാ. അല്ല, ഇതെന്തുകൊണ്ടാണ് സ്ലോ ആകാത്തത്? ഞാൻ താ പോണേ. Ay, boy. എടാ, നിന്റെ പേര് SAMMER എന്ന് വരികയാണെങ്കിൽ നിന്റെ പേര് സമീർ. അടിപൊളി അടിപൊളി. കവിത പറയുന്നവന്റെ അടുത്ത് നീ വാവ എന്ന് പറഞ്ഞാൽ നീ കോടീശ്വരനാണ്. വാവാ വാവാ. എന്റെ വാവപ്പിനുള്ള സാധനങ്ങൾ എടുക്ക്, കാരണം നീ ഇപ്പോൾ ഡ്രൈവറാണ്. ഞാൻ കുടിക്കാനുള്ള ഹെൽത്ത് ഡ്രിങ്ക് എടുക്ക്, കാരണം നീ എന്റെ ഡ്രൈവറാണ്. കുടുങ്ങി. ഞാൻ സഹായിക്കണോ? നമുക്ക് ഈ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. വരൂ കണ്ണ സാർ. അയ്യോ ചേച്ചി, അത് ഞാൻ റിപ്പയർ ചെയ്തോണ്ടിരിക്കായിരുന്നു. ബ്രേക്ക് ഇല്ല. അയ്യോ. നമുക്ക് അവരുടെ മുന്നിൽ എത്തണം. മെക്കാനിക്ക് പറഞ്ഞത് ആ കാർക്ക് ബ്രേക്ക് ഇല്ല എന്നാണ്. ഐഡിയ.
നമുക്ക് നമ്മുടെ കാറിലെ ബ്രേക്ക് ഇളക്കി അവർക്ക് കൊടുക്കാം. അപ്പൊ അവരുടെ കാർ നിർത്താമല്ലോ. എടാ കഴുതേ, നമ്മുടെ കാറിന്റെ ബ്രേക്ക് ഇളക്കി അവർക്ക് കൊടുത്താ പിന്നെ നമ്മുടെ കാർ എങ്ങനെയാടാ നിർത്തുക? എന്താ ഇങ്ങനെ പറയുന്നേ? അവരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ അവരും നമ്മളെ കുറിച്ച് ഓർക്കുമല്ലോ. എന്റെ പൊന്നു മാഡം, വയറ് കൂടിയാൽ നടന്ന് വയറ് കുറയ്ക്കണം. സ്പീഡ് ബ്രേക്കർ കണ്ടാൽ സ്പീഡ് കുറയ്ക്കണം. അടിക്കയ്യ അമ്മച്ചി, പൂരപ്പറമ്പിൽ ഒരുപാട് ശബ്ദത്തിൽ പൊട്ടുന്നതാണ് അമിട്ട്. എന്റെ പൊന്നു മാഡം, കാറിലുണ്ട് ബ്രേക്ക്, അതൊന്ന് ആഞ്ഞു ചവിട്ട്. സാറേ ബ്രേക്ക്. അവനെ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കാമെങ്കിൽ ഉണ്ടല്ലോ, ദാ ഈ മുഴുവൻ ഈ മീനെല്ലാം നിന്റെ തന്നെ ആയിരുന്നല്ലോ. വേഗം പോയി പിടിക്ക്. അറ്റാക്ക്. Well, thanks for the help. അമ്മ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നീ ആരുടെ അമ്മയെ കുറിച്ചാണ് ഈ പറയുന്നത്? എവിടെയോ എന്തോ ഒരു തെറ്റ് പറ്റി. ഇത്രയും നാളും കാണാതിരുന്ന എന്റെ അനിയനെ ഇതായിപ്പോ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്റെ സഹോദരൻ തന്നെ എന്നെ കണ്ടെത്താൻ സഹായിച്ചതിൽ എനിക്ക് സന്തോഷമായി. ഇതൊന്നും കാണാൻ ഒരു സുഖവും ഇല്ല. ഉത്സവത്തിന് പോകണമെങ്കിൽ ഉടുത്തുകൊണ്ട് പോകണം. വെളുത്തമുണ്ട്. നിങ്ങളെല്ലാവരും ഇവന്റ്സിന് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അടികൈ. അഞ്ച് രൂപയ്ക്ക് മൂന്ന്, 5 രൂപയ്ക്ക് 3, 5 രൂപയ്ക്ക് 3, വേഗം വാ. അങ്കിൾ, ഇതിലുള്ളത് മുഴുവൻ കൂടി എത്ര രൂപയാ? മൊത്തത്തിലാണെങ്കിൽ 50. ശരി, എന്നാ ഇതാ പിടിച്ചോ, നിങ്ങൾ ചോദിച്ച കാശ്. അഞ്ച് രൂപയ്ക്ക് 3, 5 രൂപയ്ക്ക് 3, 5 രൂപയ്ക്ക് 3, വേഗം വന്ന് വാങ്ങിച്ചോളൂ. എടാ, ഇവൻ ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്കെന്താ പ്രശ്നമുള്ളത്? നമ്മൾ ജഡ്ജസ് അല്ലേ? ചീറ്റിംഗ് തടയുകയാണ് ജഡ്ജസിന്റെ ജോലി, അറിയോ? ഞാൻ വിചാരിച്ചത് അവസാനം കമന്റ് ചെയ്യുന്നത് മാത്രമെന്നാ. നീ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമിക്ക്, നന്നായിട്ട് പരിശ്രമിക്ക്, ഒന്നുകൂടെ പരിശ്രമിക്ക്.
ഫുള്ളായിട്ട് ജാം ആയിരിക്കുകയാണ്. ഈ മണ്ടൻ എന്തിനാണ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് വരുന്നത്? ഓഹോ അത് കണ്ണാടിയാണ്. അച്ഛാ ഡൈനോസർ ജീവനോടെ ഉണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഇതുപോലുള്ള ബുക്ക് ഒന്ന് വായിക്കരുതെന്നാ. നീ എന്തുവാടാ ഈ കാണിക്കുന്നത്? ഞാൻ ബ്രേക്കിനെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ പഠിച്ചു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും ഫെയിൽ ആവില്ലല്ലോ. മാഡം എന്റെ കയ്യിൽ പിടിച്ചുകൊള്ളൂ. വേഗം. അങ്ങനെ ഐഡിയ. ഓപ്പട്ടെ, ഡിക്കിന്ന് വേഗം കയറെടുക്ക്. പെട്രോൾ ലാഭിക്കാനായിട്ട് കയറിയിട്ട് വണ്ടി ഓടിക്കുക. കാർ നിങ്ങളുടെ പുറകിൽ, കാറിനകത്തിരിക്കുന്ന കാലൻ നിങ്ങളുടെ പുറകിൽ. ലോട്ട്സ് ഓഫ് ഫൺ. വലിയ ആക്ഷൻ ടൈം. സ്റ്റിയറിംഗ് പിടിച്ചോ. ജോർദാറെ വാ. എന്നമ്മച്ചി കൊതുക്. എത്ര വേണമെങ്കിലും രക്തം കുടിച്ചോ. എന്തായാലും ഞാൻ നിങ്ങളെ ഇന്ന് തല്ലാൻ പോകുന്നില്ല. നിങ്ങൾ എന്തിനാ സ്കേറ്റിംഗ് ചെയ്യുന്നത്? എന്റെ അടുത്ത് വണ്ടി ഉണ്ടല്ലോ. എടാ വണ്ടി നിർത്തടാ ഹണി. അതവർക്ക് നിർത്താൻ പറ്റുന്നില്ലല്ലോ. എടാ നീ നിർത്ത് വേഗം. ഞങ്ങൾ അകത്തോട്ട് കേറിക്കോട്ടെ. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും നോക്കി ക്രോസ് ചെയ്യണം. ഓക്കേ, ഇനി മുകളിലും കൂടെ നോക്കി
നോക്കിട്ട് വേണം ക്രോസ് ചെയ്യാൻ. എവിടുന്നാടേ ഈ പൂരിയുടെ മണം വരുന്നത്? ഓക്കേ, ഇടവും വലവും മുകളിലും താഴെയും നോക്കി ക്രോസ് ചെയ്യണം. എന്താ ഇതൊക്കെ? ഇപ്പൊ താഴേന്ന് മഴ പെയ്യാൻ തുടങ്ങിയോ? പറയൂ കുട്ടി, 7 ശേഷം എന്താണ്? ഞാൻ പറഞ്ഞ ശരിയാണല്ലോ, പിന്നെ എന്തിനാ തല്ലിയത്? കാരണം ഞാൻ മാഷാണ്. വണ്ടിയെ ബാലൻസ് ചെയ്യ്. ആ